നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ സീസണിലും പതിവ് പോലെ മികച്ച പ്രകടനമാണ് റയൽ മാഡ്രിഡിൻ്റെ ബ്രസീലിയൻ സൂപ്പർ താരമായ വിനീഷ്യസ് ജൂനിയർ പുറത്തെടുക്കുന്നത്. പക്ഷേ പലപ്പോഴും അദ്ദേഹം വിവാദങ്ങളിൽ അകപ്പെടാറുണ്ട്. അതുകൊണ്ട് തന്നെ താരത്തിൻ്റെ ആറ്റിറ്റ്യൂഡ് മാറ്റണമെന്ന ആവശ്യം ഫുട്ബോൾ ആരാധകർക്കിടയിൽ വളരെ ശക്തമാണ്. എന്നാൽ വളരെ മോശമായ രീതിയിൽ എപ്പോഴും റേസിസം നേരിടേണ്ടി വരുന്ന ഒരു വ്യക്തി കൂടിയാണ് വിനീഷ്യസ് ജൂനിയർ. അതിനെതിരെ എപ്പോഴും പോരാടാൻ അദ്ദേഹം ശ്രദ്ധിക്കാറുണ്ട്. കഴിഞ്ഞ മത്സരത്തിൽ വിനീഷ്യസിൻ്റെ ഭാഗത്തു നിന്നും മോശമായ പെരുമാറ്റമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കാർലോ ആഞ്ചലോട്ടിയോട് വിനീഷ്യസിനെ നിലക്ക് നിർത്തണമെന്ന് വിമർശകർ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ആഞ്ചലോട്ടി താരത്തെ പിന്തുണക്കുകയാണ് ചെയ്തിട്ടുള്ളത്. വിനീഷ്യസിനോളം പീഡനങ്ങൾ അനുഭവിച്ച മറ്റൊരു താരവും ഫുട്ബോൾ ലോകത്തില്ല എന്നാണ് റയൽ മാഡ്രിഡ് പരിശീലകൻ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇപ്രകാരമാണ്: വിനീഷ്യസിൻ്റെ കാര്യത്തിലേക്ക് വന്നാൽ ഞാൻ അദ്ദേഹത്തിൻ്റെ മുൻപത്തെ ചരിത്രങ്ങളും സ്ഥിതി വിവരങ്ങളും നോക്കിയിരുന്നു. വിനീഷ്യസിനോളം പീഡനങ്ങൾ അനുഭവിച്ച മറ്റൊരു താരവും ഫുട്ബോൾ ലോകത്തില്ല. എല്ലാവരും അവനെ ഉപദ്രവിക്കുന്നു. അവൻ എന്താണ് ചെയ്യേണ്ടത്? അവനെതിരെയുള്ള നിങ്ങളുടെ മനോഭാവമാണ് ആദ്യം മാറേണ്ടത്. വളരെയധികം പ്രതിഭയുള്ള ഒരു താരമാണ് വിനി. ഇങ്ങനെയുള്ള ഒരു താരം ഇങ്ങനെ കഷ്ടപ്പെടുന്നത് ഞാൻ മുൻപ് കണ്ടിട്ടില്ല. വല്ലേക്കാസിൽ അവൻ്റെ തലയിൽ എതിർ താരം ഇടിച്ചിട്ടുണ്ട്. അതിന് ഒരു യെല്ലോ കാർഡ് പോലും നൽകിയിട്ടില്ല. ഇപ്പോൾ ലീപ്സിഗിൻ്റെ പേരിൽ എല്ലാവരും അദ്ദേഹത്തെ പുറത്താക്കാൻ ആവശ്യപ്പെടുന്നു. ഇതാണ് കാർലോ ആഞ്ചലോട്ടി പറഞ്ഞിട്ടുള്ളത്. കഴിഞ്ഞ ലീപ്സിഗിനെതിരെയുള്ള മത്സരത്തിൽ ഈ ബ്രസീലിയൻ സൂപ്പർ താരം എതിർ താരത്തോട് വളരെ മോശമായി പെരുമാറിയിരുന്നു. പക്ഷേ വിനീഷ്യസിന് കേൾക്കേണ്ടി വരുന്ന മോശമായ കാര്യങ്ങൾ, പെരുമാറ്റങ്ങൾ തന്നെ ഒന്നും ആരും കാണുന്നില്ല എന്നാണ് മാഡ്രിഡ് പരിശീലകൻ ആരോപിച്ചിട്ടുള്ളത്. ഇന്ന് ലാലിഗയിൽ നടക്കുന്ന മത്സരത്തിൽ റയൽ മാഡ്രിഡ് കളിക്കളത്തിലേക്ക് ഇറങ്ങുന്നുണ്ട്. എതിരാളികൾ സെൽറ്റ വിഗോയാണ്. ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 11 മണിക്കാണ് ആ മത്സരം നടക്കുക. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. കാണാം.